രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ കേസെടുത്തതിന് പിന്നാലെ തുടർ നടപടികൾ വേഗത്തിലാക്കുകയാണ് ക്രൈംബ്രാഞ്ച്. പ്രത്യേക സംഘത്തെ നിയോഗിച്ച് ആരോപണം ഉന്നയിച്ച യുവതികളുടെ മൊഴി രേഖപ്പെടുത്താനാണ് ഇപ്പോഴത്തെ നീക്കം. അതേസമയം വിഷയം രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നത് തുടരുകയാണ് CPIM. VD സതീശനെയും ഷാഫി പറമ്പിലിനെയും ഉന്നം വെച്ചാണ് CPIM-ന്റെ ആക്രമണം. പാലക്കാട് ഗൃഹസന്ദർശന ക്യാമ്പയിൻ തന്നെ നടത്തുകയാണ് DYFI. MLA സ്ഥാനം രാജിവെക്കണം എന്ന ആവശ്യം ആവർത്തിക്കുന്നുമുണ്ട്. എന്നാൽ UDF ഘടകകക്ഷികൾ ഉൾപ്പെടെ കോൺഗ്രസിനായി പ്രതിരോധം തീർക്കുന്നു എന്നതും ശ്രദ്ധേയമാണ്. കാലാവസ്ഥാ വകുപ്പ് നൽകിയ മുന്നറിയിപ്പ് ശരിവെക്കുന്ന തരത്തിൽ അതിശക്തമായ മഴയാണ് സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും പെയ്യുന്നത്. മണിക്കൂറുകൾ നിർത്താതെ പെയ്ത മഴയിൽ കൊച്ചി നഗരം അക്ഷരാർത്ഥത്തിൽ മുങ്ങിപ്പോയെന്ന് പറയാം. വീടുകളിലും കടകളിലുമൊക്കെ വെള്ളം കയറുന്ന സാഹചര്യമുണ്ടായി. താമരശ്ശേരി ചുരത്തിലെ ആശങ്ക മാറ്റമില്ലാതെ തുടരുകയാണ്. കനത്ത മഴയിൽ വീണ്ടും ചുരം റോഡിൽ മണ്ണിടിഞ്ഞിട്ടുണ്ട്. നിരവധി യാത്രക്കാർ വഴിയിൽ കുടുങ്ങിക്കിടക്കുകയുമാണ്. അങ്ങനെ ഈ വാർത്താ ദിനത്തിലെ പ്രധാനപ്പെട്ട വാർത്തകളെ വിശദമായി പരിശോധിക്കാം. ഹോട്ട് ന്യൂസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്തതിന് പിന്നാലെ തുടർ നടപടികൾ വേഗത്തിലാക്കാൻ ക്രൈംബ്രാഞ്ച്. മാധ്യമങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും ആരോപണം ഉന്നയിച്ച യുവതികളുടെ മൊഴിയെടുക്കാനാണ് നീക്കം. പ്രത്യേക സംഘത്തെ നിയോഗിച്ചായിരിക്കും ഈ അന്വേഷണങ്ങൾ. അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത വിവരം ഇതുവരെ നിയമസഭാ സെക്രട്ടേറിയറ്റിനെ അറിയിച്ചിട്ടില്ലെന്ന് സ്പീക്കർ AN ഷംസീർ വ്യക്തമാക്കി. സ്വാഭാവികമായും സെപ്റ്റംബർ മാസം 15-ാം തീയതിയാണ് നിയമസഭാ സമ്മേളനം ആരംഭിക്കുക. ഇതുവരെ അങ്ങനെ ഒരു അപേക്ഷ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് വന്നിട്ടില്ല. കാരണം നിയമസഭ ഇന്നലെ തുടങ്ങാൻ ഇന്നലെ ശുപാർശ ചെയ്തിട്ടുള്ളൂ. ഏതെങ്കിലും തരത്തിൽ പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ റിമൂവ് ചെയ്തുകൊണ്ടുള്ള ഒരു ലെറ്ററും സോഫാർ ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. അല്ല, ജനപ്രതിനിധികൾക്ക് നേരെ അജിറ്റേറ്റ് ചെയ്യാനുള്ള അധികാരം ജനങ്ങൾക്കുണ്ട്. അപ്പോൾ അങ്ങനെ അജിറ്റേറ്റ് ചെയ്യുന്ന ഘട്ടത്തിൽ ജനങ്ങളുടെ അതേ രീതിയിൽ ഞങ്ങൾക്ക് പ്രതികരിക്കാൻ പറ്റില്ല. നിയമസഭാ സമ്മേളനത്തിന് മുൻപ് തന്നെ കത്ത് നൽകുമെന്ന് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കി കഴിഞ്ഞു. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. ഷഫീദ്, നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി വന്നിരിക്കുന്ന പരാതികൾ അതിലൊരു കേസാവുന്നു. ആ കേസിൽ തുടർ നടപടികൾ വേഗത്തിലാക്കാൻ ക്രൈംബ്രാഞ്ച് തീരുമാനിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ഈ ആരോപണം ഉന്നയിച്ച യുവതികളുടെ മൊഴി രേഖപ്പെടുത്താൻ പോകുന്നു. അതിനായി ഒരു പ്രത്യേക ടീമിനെ തന്നെ നിയോഗിക്കാൻ പോവുകയാണ് ക്രൈംബ്രാഞ്ച്. എന്താണ് ആ നീക്കങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ? ഒപ്പം രാഷ്ട്രീയമായി ഇതെങ്ങനെയാണ് ഇപ്പോൾ കോൺഗ്രസ് ഒപ്പം CPIM നോക്കിക്കാണുന്നത്? ഇനിയിപ്പോൾ സഭാ സമ്മേളനം നടക്കാൻ പോകുന്നു. അതിൽ എന്തായിരിക്കും, എവിടെയായിരിക്കും രാഹുലിന്റെ സ്ഥാനം എന്നൊക്കെയുള്ള വിവരങ്ങൾ, അതിന് വിശദാംശങ്ങളുണ്ടോ? ഇന്നലെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുക്കുന്ന കാര്യത്തിൽ പോലീസ് ഒരു പരിശോധനയും നടപടിയുമൊക്കെ ആരംഭിച്ചത്. സംസ്ഥാന പോലീസ് മേധാവിക്ക് 6 പരാതികൾ ലഭിച്ചു. അത് 6 പരാതികളിൽ മുഴുവൻ പരാതികളും തേർഡ് പാർട്ടി പരാതി എന്നുള്ളതാണ് പോലീസിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഇരയായിട്ടുള്ള ആളുകളുടെ, വിക്ടിമായിട്ടുള്ള ആളുകളുടെ ഡയറക്റ്റ് പരാതി ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും വ്യക്തതയില്ല. ഏതായാലും സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് തന്നെ നേരിട്ട് ഇതിൻ്റെ അന്വേഷണ ചുമതല കൈമാറുകയായിരുന്നു പോലീസ് മേധാവിയും സർക്കാരും. ആ സാഹചര്യത്തിൽ സംസ്ഥാന ക്രൈംബ്രാഞ്ച് ഇന്നലെ ഈ കേസെടുത്തു. പകരം ഒരു അന്വേഷണം അതിനുശേഷം ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെ, അതായത് തിരുവനന്തപുരം റേഞ്ചിൽ വരുന്ന DYSP ആയിട്ടുള്ള ബിനുകുമാറിന് അന്വേഷണ ചുമതല നൽകി. സംസ്ഥാന പോലീസ് മേധാവിക്ക് ലഭിച്ച മുഴുവൻ പരാതികളും ഇതിനോടകം തന്നെ ആ ടീമിന് കൈമാറിയിട്ടുണ്ട്. ഏതായാലും 2 സ്ഥലങ്ങളിലായി, തിരുവനന്തപുരത്തും എറണാകുളത്തുമായി ഒരു പ്രത്യേക ടീമുകൾ രൂപീകരിച്ച് ഇതിൻ്റെ അന്വേഷണം നടത്താനാണ് നിലവിൽ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ആലോചിക്കുന്നത്. ആദ്യഘട്ടമെന്ന രീതിയിൽ മറ്റാർക്കെങ്കിലും, അതായത് ഇപ്പോൾ പരസ്യമായി ഇക്കാര്യത്തിൽ ആരോപണം ഉന്നയിച്ചിട്ടുള്ള ആൾക്കാരെ അന്വേഷണ സംഘം സമീപിച്ചു വരികയാണ്. അവർക്ക് പരാതി അല്ലെങ്കിൽ അവരുടെ മൊഴിയടക്കമുള്ള കാര്യങ്ങൾ ലഭിക്കുകയാണെങ്കിൽ ആ വിധത്തിൽ പരിശോധനകളും അന്വേഷണവും തുടരും. അതേപോലെ തന്നെ നിലവിൽ ഇപ്പോൾ ഈ പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ എത്തിയിരിക്കുന്ന ചില എവിഡൻസുകളൊക്കെ ഉണ്ട്. അതിൽ ശബ്ദരേഖകളും സ്ക്രീൻഷോട്ടുകളും ഒക്കെ ഉണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കാനും നിലവിൽ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിട്ടുണ്ട്. ഏതായാലും അന്വേഷണ സംഘത്തിലേക്ക് കൂടുതൽ ആളുകളെ ചേർക്കും. ഫോറൻസിക്കും അതേപോലെ തന്നെ സൈബർ വിദഗ്ധരടക്കമുള്ള ആളുകളും ഈ അന്വേഷണ സംഘത്തിൽ ഉണ്ടാകും. അവരായിരിക്കും ഇതിൽ അന്വേഷണം നടത്തുക. പക്ഷേ ഏതെങ്കിലും തരത്തിൽ നേരിട്ടൊരു പരാതി, ഒരു ഡയറക്റ്റ് പരാതി ലഭിച്ചിട്ടില്ല എങ്കിൽ ഈ കേസ് അന്വേഷണത്തിൻ്റെ ഗതി എങ്ങോട്ട് പോകുമെന്നുള്ള കാര്യം ഇപ്പോഴും സംശയമാണ്. അതേസമയം ഈ വിഷയത്തിൽ രാഷ്ട്രീയമായിട്ടുള്ള പലതരത്തിലുള്ള തർക്കങ്ങളും ഇപ്പോഴും തുടരുകയാണ്. MLA സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്ന ആവശ്യം CPIM ഇന്നലെ മുഖ്യമന്ത്രി നിലപാട് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നുണ്ട്. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ദേശാഭിമാനിയിലെ ലേഖനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. രാഷ്ട്രീയ പ്രതിരോധം ഇതിനുവേണ്ടി കോൺഗ്രസ് തീർക്കുന്നുമുണ്ട്. പ്രജിൻ, ഷഫീദ് റാവുത്തറാണ് വിശദാംശങ്ങൾ നൽകിയത്.